തൃശൂർ മട്ടത്തൂരിലെ ബി.ജെ.പി. കോൺഗ്രസ് സഖ്യത്തിൽ കർശന നടപടിക്കൊരുങ്ങി ഡി.സി.സി. കോൺഗ്രസിന്റെ 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡി.സി.സി. അറിയിച്ചു. ചൊവ്വന്നൂരിലെ കോൺഗ്രസ് എസ്.ഡി.പി.ഐ സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് ഡി.സി.സി. പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് മറ്റത്തൂരിലെ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ 8 വാർഡംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡി.സി.സി. വ്യക്തമാക്കി. പാർട്ടിയിലെ ഈ കൈച്ചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് ഉള്ള ഡി.സി.സി. ജനറൽ സെക്രട്ടറി ശ്രീ പി.എം. ചന്ദ്രനെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫിയെയും കെ.പി.സി.സി. നേരിട്ട് തന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. മിനിമോൾ, ശ്രീജ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, പ്രിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചത്. അതേസമയം ചൊവ്വന്നൂരിലെ കോൺഗ്രസ് എസ്.ഡി.പി.ഐ സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് ഡി.സി.സി. പ്രസിഡന്റ് അറിയിച്ചു. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ജയിച്ചവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സെബേറ്റ വർഗീസിനെ പുറത്താക്കി. 2 എസ്.ഡി.പി.ഐ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സെബേറ്റ ജയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത നിതീഷ് എമ്മിനെയും പാർട്ടിയിൽ നിന്നും നേരത്തെ പുറത്താക്കിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ഒറ്റച്ചാട്ടത്തിന് ബി.ജെ.പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരുട്ടി വെളുക്കുമ്പോൾ ബി.ജെ.പി. ആകാൻ മടിക്കില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് ബി.ജെ.പിയുടെ കേരള മോഹങ്ങൾക്ക് വളമിടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മട്ടത്തൂരിൽ ആരും ബി.ജെ.പിയിലേക്ക് പോയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാർട്ടി തീരുമാനം ലംഘിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തത്. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം ബി.ജെ.പിയെ ശക്തിപ്പെടുത്തുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറയുന്നു അവിടെ ഒപ്പിടുന്ന പിണറായി വിജയനാണ് കോൺഗ്രസിനെ പരിഹസിക്കുന്നത് എന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തെ ചൊല്ലി MLAയും കൗൺസിലറും തമ്മിൽ തർക്കം തുടരുകയാണ്. ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA ഓഫീസുമായി ബന്ധപ്പെട്ടാണ് തർക്കം. ഓഫീസ് ഒഴിയണമെന്ന് സൗഹൃദപരമായി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ശാസ്തമംഗലം കൗൺസിലർ R. ശ്രീലേഖ പറഞ്ഞു. വാടക കരാർ അവസാനിക്കുന്നതുവരെ ഓഫീസ് ഒഴിയില്ല എന്ന നിലപാടിലാണ് MLA VK പ്രശാന്ത്. ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത്. ഇത്തവണ ശാസ്തമംഗലത്തെ കൗൺസിലറായി വിജയിച്ച R. ശ്രീലേഖ നിലവിലുള്ള മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണമെന്നും ആവശ്യപ്പെട്ട് നേരിട്ട് പ്രശാന്തിനെ വിളിക്കുകയായിരുന്നു. VK പ്രശാന്ത് അടുത്ത സുഹൃത്താണെന്നും ഓഫീസ് മാറിത്തരാൻ പറ്റുമോ എന്ന് സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയായിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. എന്നാൽ മേയറാകാൻ സാധിക്കാത്തതിന്റെ നിരാശ ഇങ്ങനെയല്ല തീർക്കേണ്ടതെന്നും സൗഹൃദപരമായല്ല ആവശ്യം ഉന്നയിച്ചതെന്നും VK പ്രശാന്ത് ആരോപിച്ചു. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. MLA ഓഫീസിന് വാടക കരാർ ഉണ്ടോ എന്നത് അന്വേഷിക്കുമെന്നും തുടർ നടപടി അതിനനുസരിച്ചായിരിക്കുമെന്നും പറഞ്ഞ ശ്രീലേഖ VK പ്രശാന്തിനെ നേരിട്ട് കണ്ട് കൈ കൊടുത്താണ് പിരിഞ്ഞത്.
എല്ലാ ദിവസവും ഇനി കൗൺസിലർ ഓഫീസിൽ ഉണ്ടായിരിക്കുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജനകീയനായ എംഎൽഎയുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം ജനാധിപത്യ മര്യാദകളുടെ പരസ്യമായ ലംഘനമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. വട്ടിയൂർക്കാവ് എംഎൽഎ വി കെ പ്രശാന്തിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിജെപി കൗൺസിലറുടെ നടപടി ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. 7 വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ല എന്നും മന്ത്രി പ്രതികരിച്ചു. എംഎൽഎയുടെ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 140ാം സ്ഥാപക ദിനം ആഘോഷിച്ച് കോൺഗ്രസ്. ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്, എന്നാൽ പാർട്ടി തിരിച്ചുവരുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. തിരിച്ചുവരാനുള്ള കഴിവും സംവിധാനവും പാർട്ടിക്കുണ്ട്. BJPക്ക് അധികാരമുണ്ട്, എന്നാൽ അവർക്ക് സത്യവും നീതിയും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ പോരാട്ടം കേവലം തെരഞ്ഞെടുപ്പിനു വേണ്ടിയല്ല, ഭാരതത്തിന്റെ ആത്മാവിനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇല്ലാതാക്കിയതിന്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചാരണം ശക്തമാക്കാൻ ACC അധ്യക്ഷൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനം സമുചിതമായി ആഘോഷിച്ച് KPCCയും. രാവിലെ 10-ന് KPCC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ AK ആന്റണി പതാക ഉയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിൽ തന്നെയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ പിറന്നാൾ എത്തിയത് എന്നത് ഇരട്ടി മധുരമായി. ഇന്ദിരാഭവനിൽ നടന്ന ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് AK ആന്റണി പാർട്ടി പതാക ഉയർത്തി. പാർട്ടി സ്ഥാപക ദിനവും ജന്മദിനവും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞത് സുഹൃതമായി കാണുന്നുവെന്ന് ആന്റണി പറഞ്ഞു. എങ്ങനെ തുടങ്ങാം എന്ന് ആലോചിക്കേണ്ട ഈ കാലഘട്ടത്തിലാണ് ഇത്തവണത്തെ ഈ ജന്മദിനം എത്തിയിരിക്കുന്നത്. നമുക്കൊരുമിച്ച കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് സംശയിക്കുന്ന ദിണ്ടിഗൽ സ്വദേശി മണി SITയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അഭിഭാഷകൻ SITയെ അറിയിച്ചു. മണിക്ക് കേരളത്തിൽ ഏറെ ബന്ധങ്ങളുണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുള്ളതായി പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്ന ദിണ്ടിഗൽ സ്വദേശി മണിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം MS മണിയുടെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യുകയും തിരുവനന്തപുരത്ത് ഹാജരാകാൻ നോട്ടീസ് നൽകുകയുമായിരുന്നു. ചോദ്യം ചെയ്യലിന് 30-ാം തീയതി ചൊവ്വാഴ്ച ഹാജരാകുമെന്ന് മണിയുടെ അഭിഭാഷകനാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. MS മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയ ബാലമുരുകനും ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇവരെ കൂടാതെ ഇടനിലക്കാരനെന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണനും SIT ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. MS മണിക്ക് കേരളത്തിൽ ചില ബന്ധങ്ങളുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മണിയുടെ വീട്ടിലും സ്ഥാപനത്തിലും റെയ്ഡ് നടത്തിയത് കൂടാതെ ശ്രീകൃഷ്ണന്റെ വീട്ടിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ MS മണിക്കെതിരായ കേസുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. മണിയുടെ ചോദ്യം ചെയ്യലോടെ കേരളത്തിലെ ഇടപാടുകളിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് SIT സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുട്ടനാട്ടിൽ മന്ത്രിയുടെ ഇടപെടലും വെറുതെയായി. കർഷകരോടുള്ള ചൂഷണം തുടർന്ന് മില്ലുടമകൾ. 2ാം കൃഷിയുടെ നെല്ല് സംഭരണം തുടരുന്ന കുട്ടനാട്ടിൽ ഗുണനിലവാര പരിശോധനയുടെ പേരിലാണ് മില്ലുകാർ കർഷകരെ ചൂഷണം ചെയ്യുന്നത്. ഈർപ്പത്തിന്റെയും പതിരിന്റെയും പേരിൽ അനാവശ്യമായി കിഴിവ് ആവശ്യപ്പെടുകയും നൽകാൻ തയ്യാറാകാത്ത കർഷകരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് മില്ലുകാർ പയറ്റുന്നത്. വിഷയം മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പാഡി പേയ്മെന്റ് ഉദ്യോഗസ്ഥരോ കൃഷിവകുപ്പോ പ്രശ്നത്തിൽ ഇടപെടാത്തത് കർഷകരുടെ പ്രതിഷേധത്തിനിടയാക്കുന്നു. അമ്പലപ്പുഴ തെക്ക്, നടുക്കെ, മേലത്തിങ്കരി, കാവിപ്പാടം തുടങ്ങിയ പാടങ്ങളിലാണ് ഏറ്റവും ഒടുവിൽ നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ ശീതസമരത്തിന് കർഷകർ ഇരയായത്. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ കർഷക ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ്. ഇത്തവണ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള നെല്ലിന് പോലും ഏറ്റവും കുറഞ്ഞത് 3 കിലോ കിഴിവ് എടുത്തെങ്കിൽ മാത്രമേ നെല്ല് സംഭരിക്കാനൊക്കൂ എന്ന് മില്ലുകാർ പറഞ്ഞ് പല മില്ലുകാരും സംഘടിതമായിട്ട് മാറി നിന്നു. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇതിൽ പൂർണ്ണ പരാജയമാണെന്നൊരു കർഷകരെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടു.
നടുക്കേ മേലത്തിങ്കരി പാടത്ത് 2 ആഴ്ച മുമ്പാണ് കൊയ്ത്ത് നടന്നത്. കൊയ്തെടുത്ത നെല്ലിൽ ഈർപ്പത്തിന്റെയും പതിരിന്റെയും തോത് കൂടുതലാണ് എന്ന പേരിൽ മില്ലുകാർ 15 കിലോഗ്രാം വരെ കിഴിവ് ആവശ്യപ്പെട്ടു. എന്നാൽ 4.5 കിലോയിൽ കൂടുതൽ കിഴിവ് നൽകാൻ കർഷകർ തയ്യാറായില്ല. കർഷകർ വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഗുണനിലവാര പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരിക്കാമെന്ന് മില്ലുകാർ സമ്മതിച്ചുവെങ്കിലും 5.5 കിലോ കിഴിവ് ഈടാക്കിയാണ് നെല്ല് സംഭരിച്ചത്. മഴയെ ഭയന്നാണ് 1 കിലോ നെല്ല് അധികമായി നൽകി സംഭരണത്തിന് കർഷകർ തയ്യാറായത്. കൃഷിവകുപ്പിന് കീഴിൽ ശാസ്ത്രീയമായ ഗുണനിലവാര പരിശോധനാ സംവിധാനം ഇല്ലാത്തതാണ് ചൂഷണത്തിന് ഇടയാക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. പാലക്കാട് ചിറ്റൂരിനെ കണ്ണീരിലാഴ്ത്തി 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ വീടിനു മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ കാണാതായ സുഹാനെ കണ്ടെത്താൻ നാടൊന്നാകെ തിരച്ചിലായിരുന്നു. എന്നാൽ 21 മണിക്കൂർ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ഇന്ന് രാവിലെ വീടിന് 100 മീറ്റർ മാത്രം അകലെയുള്ള കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മുങ്ങിമരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാലക്കാട് ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമൻകോട് സ്വദേശികളായ മുഹമ്മദ് അനസ് തൗഹിദ ദമ്പതികളുടെ ഇളയ മകനാണ് സുഹാൻ. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സുഹാനെ കാണാതായത്. രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. തുടർന്ന് 8:30ഓടെയാണ് കുട്ടിയുടെ മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത്. സുഹാന്റെ പിതാവ് മുഹമ്മദ് അനസ് ഗൾഫിലാണ്. അധ്യാപികയായ അമ്മ സുഹാനെ കാണാതായ സമയം വീട്ടിലില്ലായിരുന്നു. വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് സുഹാനും 8 വയസ്സുള്ള സഹോദരനും TV കാണുകയായിരുന്നു. ഇതിനിടെ സഹോദരനുമായി പിണക്കമുണ്ടായതായും ബന്ധുക്കൾ പറയുന്നു. സുഹാനെ കാണാതായപ്പോൾ തന്നെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വഴക്ക് കൂടിയതിനെ തുടർന്ന് പുറത്തിറങ്ങിപ്പോയതായി സഹോദരൻ പറഞ്ഞെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. മുത്തശ്ശി സമീപത്തെ വീടുകളിലൊക്കെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് നാട്ടുകാരുമായി ചേർന്ന് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനാകാത്തതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. കുട്ടിയെ കാണാതായ നിമിഷം മുതൽ വീട്ടുകാരും നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും സംയുക്തമായി വലിയ തിരച്ചിലാണ് നടത്തിയത്. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം എന്നതടക്കമുള്ള ഭീതി നിലനിൽക്കുന്ന വേളയിലാണ് ഏവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. CPM-നെയും പിണറായി വിജയനെയും വിമർശിച്ചാൽ വീട്ടിൽ പോലീസ് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AI ചിത്രം ആദ്യം ഉണ്ടാക്കിയത് CPM ആണ്. CPM തനിക്കെതിരെ ദിവസവും 10 കാർഡ് വീതമാണ് ഇറക്കുന്നത്. തനിക്ക് അതിൽ പേടിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി MV ഗോവിന്ദനാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏക ആള് കേരളത്തിലെ MV ഗോവിന്ദനാണ്. വയനാട് ചൂരൽമര വിഷയവുമായിട്ട് ഞാനും ശ്രീ KC വേണുഗോപാലും സണ്ണി ജോസഫും രാഹുൽ ഗാന്ധിയൊക്കെ നൃത്തം ചെയ്യണ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ പരാതിയൊന്നും കൊടുത്തൊന്നുമില്ല. തിരുവനന്തപുരം മേയർ VV രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം കാണാം. സംസാരിച്ചിരുന്നു. പിന്നെ അല്ല, അങ്ങനെയല്ല സനക, അത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ. അതായത് അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അടുപ്പം ഉള്ളപ്പോഴേക്കും എനിക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരുപക്ഷെ പീരീഡ് അസംബ്ലിയുടെ കഴിയല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. അതിന് അല്ല അത് ഇപ്പം ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചിട്ടൊരു കാര്യം ഇങ്ങനെ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വിവാദമാക്കും, അതിനെ ആ തരത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത് നിങ്ങളാണ്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വ്യക്തിപരമായ സൗഹൃദം വെച്ചിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, അതിനെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു പരിചയമില്ലാത്തവർ വിളിച്ചിട്ട് ഇന്നും മാറണം എന്നല്ലല്ലോ പറഞ്ഞത്. വർഷങ്ങളായി പരിചയമുണ്ട്. പല കാര്യത്തിലും പോലീസ് ഓഫീസറും ജനപ്രതിനിധി എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച ഒരു ബന്ധം വെച്ചിട്ടാണ്, ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇല്ല, അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളല്ല ഞാൻ പറയാമല്ലോ. ഇത് അങ്ങനെ അത്തരത്തിലോട്ടുള്ള വ്യാഖ്യാനത്തിലൊന്നും പോകണം എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറഞ്ഞത് അങ്ങനെ പറയുമോ? ആരെങ്കിലും വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കും? അല്ല, അതൊക്കെ ആളി കത്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ അതൊന്നും വാർത്ത കൊടുക്കണ്ട. അതായത് ചോദിച്ചത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതാണ് ഞങ്ങളോടും പറഞ്ഞത്. ഇനി വേറൊരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രേഖകളൊന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ചർച്ച വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് ഇത് മാത്രമല്ല, ഇന്നലെ മീറ്റ് ദ പ്രസിൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 832 രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു 380
കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ. സ്ക്വയർ ഫീറ്റ് 300-350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിങ്ങും അവിടെ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റൂം കൊടുത്തിരിക്കുന്നത് 832 രൂപയ്ക്കാണ് മാസം. പക്ഷേ നമ്മുടെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് പോരാ. ഞാൻ MLA ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല. അത് ചർച്ച ചെയ്ത് കൺസേൺഡ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ്. പൊതുജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം. MLA ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായതുകൊണ്ട് അതിന് ഇളവുകളുണ്ടാകാം. നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അത് പക്ഷേ ഒരു 300-400 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബിൽഡിങ് 832 രൂപയ്ക്ക് ശാസ്തമംഗലം പോകുന്ന ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ എവിടെ കിട്ടും? ഇന്നലെ മീറ്റ് ദ പ്രസ്സിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ആരെങ്കിലും അറിയാം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്. ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 30 രൂപ മുതൽ 50-60 രൂപ വരെ സ്ക്വയർ ഫീറ്റിനുണ്ട്. 300 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 50 രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും? എത്ര വരും? 300 സ്ക്വയർ ഫീറ്റ് 50 രൂപ വെച്ചാണെങ്കിൽ 15,000 രൂപ വരും. 15,000 രൂപ വരും. 15,000 രൂപ കിട്ടേണ്ട കോർപ്പറേഷന് കിട്ടേണ്ടതാണ് 832 രൂപ കൊടുത്തിരിക്കുന്നത്. ഞാൻ MLA ഓഫീസായിട്ട് കമ്പയർ ചെയ്യുകയല്ല. നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത്. ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. ഇനി മകരവിളക്ക് ഉത്സവത്തിനായി ചൊവ്വാഴ്ച നട വീണ്ടും തുറക്കും. കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഇത്തവണ വൻ വർധനവ് ഉണ്ടായി. നവംബർ 16 വൈകിട്ടു മുതൽ ശരണമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ട ശബരീശ സന്നിധി ഇപ്പോൾ നിശബ്ദതയിലാണ്. 41 ദിവസത്തെ മണ്ഡല തീർത്ഥാടനം പൂർത്തിയായതോടെ കഴിഞ്ഞ ദിവസം ഹരിവരാസനം പാടി നടയടച്ചു. ഇനി മകരവിളക്ക് ഉത്സവത്തിനായി 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. ഇത്തവണ മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധനവാണ് ഉണ്ടായത്. 36 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പ ദർശനം നടത്തിയത്. 35 കോടി രൂപയുടെ അധിക വരുമാനവും ഉണ്ടായി. കഴിഞ്ഞ മണ്ഡലകാലത്തേതിൽ നിന്നും 4 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ ശബരിമലയിലെത്തിയത്. 36,61,258 പേർ കഴിഞ്ഞ 41 ദിവസങ്ങളിലായി സന്നിധാനത്തെത്തി. 1,18,866 പേർ എത്തിയ നവംബർ 24 ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായത്. പുല്ലുമേട് വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും ഇത്തവണ വർധനവുണ്ടായി. 1,30,955 പേർ പുല്ലുമേട് വഴി ശബരീശ സന്നിധിയിലെത്തി. കഴിഞ്ഞ മണ്ഡലകാല സീസണെ അപേക്ഷിച്ച് ഇത്തവണ വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. 337,57,5132 രൂപയാണ് ഇതുവരെയുള്ള വരുമാനം. കാണിക്ക, അപ്പം, അരവണ, മുറിവാടക, കുത്തകലേലം അടക്കമുള്ള വരുമാനമാണിത്. കാണിക്കയായി ലഭിച്ചത് 83,17,61,509 രൂപയാണ്. ശബരിമലയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും പോലീസും ജീവനക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതോടെ ഭക്തർ ആഗ്രഹിച്ച പോലെ ദർശനം ഉറപ്പാക്കിയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. മകരവിളക്കുത്സവത്തിന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനായി കേരള, തമിഴ്നാട് വനവകുപ്പ് സംയുക്തമായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. മകരവിളക്ക് വ്യൂ പോയിന്റുകൾ നേരത്തെ തന്നെ ക്രമീകരിക്കാനും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായി ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. ജനുവരി 14 രാത്രി 6:15 6:50 ഇടയിലാണ് മകരവിളക്ക്. തുടർന്ന് ജനുവരി 19 തീർത്ഥാടനം പൂർത്തിയാകും. ജനുവരി 20 രാവിലെ നടയടയ്ക്കും. അമൃത ന്യൂസ്, സന്നിധാനം. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തം. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിലും സാമൂഹ്യപ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. സെൻഗാറിന് ജാമ്യം നൽകിയതും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തത് നിയമവിരുദ്ധമെന്ന് CBI പറയുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ചാണ് ഹർജി നാളെ അടിയന്തരമായി പരിഗണിക്കുന്നത്. 2025 രാജ്യത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് തെളിയിച്ച വർഷമാണ് കടന്നുപോകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 129-ാം ഭാഗത്തിലായിരുന്നു മോദിയുടെ വാക്കുകൾ. കായിക മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ രാജ്യം മുന്നോട്ട് പോയി. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാന സ്തംഭമായി. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ ഓരോ ഭാരതീയരും പങ്കാളിയായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമോ എന്നറിയാൻ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ച ഇന്ന് യുഎസിലെ ഫ്ലോറിഡയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട 20 സമാധാന പദ്ധതിയാവും ഇന്നത്തെ ചർച്ചയിലെ പ്രധാന അജണ്ട. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 20 സമാധാന പദ്ധതിയാകും ഇന്നത്തെ ചർച്ചയിലെ പ്രധാന അജണ്ട. സുരക്ഷാ ഉറപ്പുകൾ, വെടിനിർത്തൽ, പുനർനിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. 60 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന 20 സമാധാന പദ്ധതി നടപ്പിലാക്കാൻ താൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. ഉന്നതതല കൂടിക്കാഴ്ചകൾക്കായി ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് പ്രസിഡന്റ് ട്രംപുമായി നടക്കാനിരിക്കുന്നത്. പുതുവത്സരത്തിന് മുൻപ് പലതും തീരുമാനിക്കാകും എന്നാണ് പ്രതീക്ഷയെന്നും സെലൻസ്കി എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കി. എന്നാൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, സുരക്ഷാ ഗ്യാരണ്ടികളുടെ സ്വഭാവം, വെടിനിർത്തലിന്റെ സമയക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് സൂചന. അതിനിടെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇന്നലെ പുലർച്ചെ റഷ്യയുടെ വൻ സൈനിക ആക്രമണമുണ്ടായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സെലൻസ്കി യുഎസിലേക്ക് തിരിക്കാനിരിക്കവെയാണ് ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. 4 വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ കീവിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് റഷ്യയുടെ ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ നടക്കും. 5 മത്സരങ്ങൾ ഉള്ള പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഗ്രീൻഫീൽഡിൽ നടന്ന 3ാം മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിനാണ് ശ്രീലങ്കയെ തകർത്തത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ.